ഹലോ വെൽക്കം ബാക്ക്. ഡയറക്ഷൻ സെൻസ് ക്വസ്റ്റ്യൻസിലെ ഷാഡോ ബേസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസിക് നമ്മൾ കഴിഞ്ഞ പാർട്ടുകളിലൊക്കെ പറഞ്ഞതാണ്. നമുക്കറിയാം ഷാഡോ ബേസ്ഡ് എന്ന് പറയുമ്പോൾ മെയിൻലി സൺ എവിടെയായിരിക്കും, സണ്ണിൻ്റെ പൊസിഷൻ നോക്കിയിട്ടായിരിക്കും പറയുന്നത്. നമുക്ക് ഫസ്റ്റ് മോർണിംഗ് നോക്കാം. മോർണിംഗ് സൺ എപ്പോഴും ഈസ്റ്റിലായിരിക്കും അല്ലേ, ഈസ്റ്റിലായിരിക്കും സൺ ഇരിക്കുന്നത്. അപ്പോൾ മോർണിംഗിൽ ഈസ്റ്റിൽ സണ്ണാണെങ്കിൽ ഷാഡോ പോകുന്നത് എങ്ങോട്ടായിരിക്കും? ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ടായിരിക്കും ഷാഡോ പോകുന്നത്. ഓക്കെ, അപ്പം മോർണിംഗിൽ സൺ ഈസ്റ്റിലും ഷാഡോ വെസ്റ്റിലും ആയിരിക്കും. നൂൺ ആണെങ്കിലോ ദർ ഈസ് നോ ഷാഡോ. ഓക്കെ, സണ്ണ് എർത്തിനെ ഡയറക്റ്റ്ലി ഓവർഹെഡ് ചെയ്യുന്ന ടൈമാണ്. ആ സമയത്ത് നൂണിൽ ദർ ഈസ് നോ ഷാഡോ. അതുപോലെ ആഫ്റ്റർനൂൺ ആണെങ്കിലോ ആഫ്റ്റർനൂൺ സൺ എവിടെ ഉണ്ടാവും? സണ്ണ് വെസ്റ്റിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഷാഡോ എങ്ങോട്ട് പോവും? ഈസ്റ്റിലോട്ടായിരിക്കും ഷാഡോ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. മോർണിംഗിൽ സൺ ഇരിക്കുന്നത് ഈസ്റ്റിലായിരിക്കും. ഷാഡോ എവിടെയായിരിക്കും? ഷാഡോ പോകുന്നത് വെസ്റ്റിലോട്ടായിരിക്കും. ഈവനിങ് ആണെങ്കിലോ വെസ്റ്റിൽ സൺ ഇരിക്കും. ഷാഡോ എങ്ങോട്ട് പോവും? ഈസ്റ്റിലോട്ട് പോവും. നൂൺ ആണെങ്കിലോ ദർ ഈസ് നോ ഷാഡോ, ഷാഡോ ഉണ്ടായിരിക്കില്ല. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിയേ, നമ്മൾ ക്വസ്റ്റ്യനിൽ കാണുമ്പോൾ ഈ ടേംസ് ഒക്കെ ഉണ്ടാവും. ഇൻ മോർണിംഗ് അല്ലെങ്കിൽ സൺറൈസ് അല്ലെ, ആഫ്റ്റർ സൺറൈസ്, പിന്നെ ഡോൺ എന്നും ഉണ്ടാവും. ഇത് മൂന്നും തന്നു കഴിഞ്ഞാലും മോർണിംഗ് എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന കേസ് മോർണിംഗിലെ കേസാണ്. മോർണിംഗിൽ സൺ എവിടെയായിരിക്കും? ഈസ്റ്റിലോട്ടായിരിക്കും ഇരിക്കുന്നത്. സണ്ണ് ഈസ്റ്റിലിരിക്കും. സൺറൈസ് എങ്ങോട്ട് പോകും? വെസ്റ്റിലോട്ട് പോകും. ഇതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് ആ കണ്ടീഷനും കൂടെ പറയാം. നമുക്കിപ്പോൾ ഒരു ആളെ എക്സാമ്പിളായിട്ട് എടുക്കാം. രാഹുൽ മോർണിംഗിൽ നോർത്തിലോട്ട് നോക്കി നടക്കുകയായിരുന്നു. ഈ സമയത്ത് രാഹുലിൻ്റെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. നമുക്കറിയാം, നമ്മൾ മോർണിംഗിലെ കേസാണ് പറയുന്നത്. മോർണിംഗിൽ സൺ ഈസ്റ്റിലും സൺറൈസ് വെസ്റ്റിലോട്ടുമാണ് പോകുന്നത്. അപ്പോൾ രാഹുലിൻ്റെ ഏത് വശത്തായിരിക്കും സൺറൈസ് വരുന്നത്? ഈ ഭാഗത്തായിരിക്കുമല്ലോ. നോർത്തിലോട്ട് നോക്കി നിൽക്കുമ്പോൾ രാഹുലിൻ്റെ ലെഫ്റ്റിലായിരിക്കും സൺറൈസ് വരുന്നത്. ഇനി രാഹുൽ സൗത്തിലോട്ട് നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ രാഹുലിൻ്റെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. സൺറൈസ് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും അല്ലേ. രാഹുൽ ഈസ്റ്റിലോ വെസ്റ്റിലോ നോർത്തിലോ സൗത്തിലോ എങ്ങോട്ട് നോക്കി നിന്നു കഴിഞ്ഞാൽ മോർണിംഗ് ആണോ, സൺറൈസ് എങ്ങോട്ട് പോകും? വെസ്റ്റിലോട്ട് പോകും. അപ്പോൾ ഇപ്പോൾ രാഹുലിൻ്റെ ഏത് ഭാഗത്തായിരിക്കും സൺറൈസ് വരുന്നത്? റൈറ്റിലായിരിക്കും. ഇനി രാഹുൽ മോർണിംഗിൽ ഈസ്റ്റിലോട്ട് നോക്കി നടക്കുകയാണ്, അല്ലെങ്കിൽ സൺ റൈസ് ചെയ്യുന്ന സമയത്ത് ടുവേർഡ്സ് ദ സൺ എന്ന് പറയുകയാണ്, അതായത് സണ്ണിനെ നോക്കി നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈസ്റ്റിലോട്ട് നോക്കി നിൽക്കുകയാണ് അല്ലെങ്കിൽ ടുവേർഡ്സ് ദ സണ്ണിനെ നോക്കി നടക്കുകയാണ്. ഇപ്പോൾ രാഹുലിൻ്റെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. ഇപ്പോൾ സൺറൈസ് എങ്ങോട്ടായിരിക്കും? സൺറൈസ് എങ്ങോട്ട് നോക്കി നിന്നാലും ഞാൻ പറഞ്ഞു വെസ്റ്റിലോട്ടാണ് സൺറൈസ് പോകുന്നത് അല്ലേ. ഇപ്പോൾ രാഹുലിൻ്റെ പുറകിലായിരിക്കും, ബിഹൈൻഡ് ആയിരിക്കും സൺറൈസ് വരുന്നത്. ഇനി രാഹുൽ വെസ്റ്റിലോട്ട് നോക്കി നടക്കുകയാണ് മോർണിംഗ്. ഓക്കെ, വെസ്റ്റിലോട്ട് നോക്കി നടക്കുകയാണ്. ഇപ്പോൾ രാഹുലിൻ്റെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. ഇപ്പോൾ എങ്ങോട്ടായിരിക്കും സൺറൈസ് വരുന്നത്? എങ്ങോട്ട് നോക്കി നടന്നു കഴിഞ്ഞാലും വെസ്റ്റിലോട്ടാണ് സൺറൈസ് പോകുന്നത്. രാഹുലിൻ്റെ മുൻപിൽ, ഫ്രണ്ടിലായിരിക്കും സൺറൈസ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയല്ലോ. ഇനി ഈവനിങ് ആണെങ്കിലോ ഇതേപോലെ തന്നെ കണ്ടീഷൻ നമുക്ക് എടുക്കാം. ഈവനിങ്ങിൻ്റെ കേസിൽ ഇപ്പോൾ അറ്റ് ഈവനിങ് എന്ന് പറഞ്ഞാലോ ഡ്യൂറിങ് സൺസെറ്റ് എന്ന് പറഞ്ഞാലോ ഡസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈവനിങ് ആണ്. നമ്മൾ നേരത്തെ ഒന്ന് കണ്ടല്ലോ, ഡൗൺ അല്ലേ. ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മോർണിംഗ് ആണ്. ഡസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈവനിങ്ങിൽ സൺ എവിടെയായിരിക്കും? സൺ വെസ്റ്റിലായിരിക്കും. സൺറൈസ് എങ്ങോട്ട് പോകും? ഈസ്റ്റിലോട്ടായിരിക്കും സൺറൈസ് പോകുന്നത്. ഷാഡോ പോകുന്നത് ഈസ്റ്റിലോട്ടായിരിക്കും. അപ്പോൾ നമുക്ക് രാഹുലിൻ്റെ കേസ് തന്നെ എടുക്കാം. രാഹുൽ ഈ ഈവനിങ്ങിൽ നോർത്തിലോട്ട് നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ രാഹുലിൻ്റെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. സൺറൈസ് എങ്ങോട്ടായിരിക്കും പോകുന്നത്? എങ്ങോട്ട് നോക്കി നിന്നാലും എടോ സൺറൈസ് എങ്ങോട്ടായിരിക്കും? ഷാഡോ എങ്ങോട്ടായിരിക്കും? ഈസ്റ്റിലോട്ടായിരിക്കും പോകുന്നത് അല്ലേ. ഇപ്പോൾ രാഹുലിൻ്റെ റൈറ്റിലായിരിക്കും ഷാഡോ വരുന്നത്. ഇനി രാഹുൽ സൗത്തിലോട്ട് നോക്കി നിന്നു. രാഹുലിൻ്റെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. ഷാഡോ എങ്ങോട്ട് നോക്കി നിന്നാലും ഈസ്റ്റിലാണല്ലോ. രാഹുലിൻ്റെ ഏത് ഭാഗത്തായിരിക്കും ഷാഡോ വരുന്നത്? രാഹുലിൻ്റെ ലെഫ്റ്റിലായിരിക്കും. ഇനി രാഹുൽ ഈസ്റ്റിലോട്ട് നോക്കി നിൽക്കുകയാണ്. ഓക്കെ, രാഹുലിൻ്റെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. ഇപ്പോൾ ഷാഡോ എങ്ങോട്ടായിരിക്കും? ഷാഡോ ഇങ്ങോട്ടല്ലേ പോകുന്നത്. രാഹുലിൻ്റെ ഫ്രണ്ടിലായിരിക്കും ഷാഡോ വരുന്നത്. ഇനി ഈവനിങ്ങിൽ രാഹുൽ വെസ്റ്റിലോട്ട് നോക്കി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ടുവേർഡ്സ് സൺ ഡ്യൂറിങ് സൺസെറ്റ് എന്നൊക്കെ പറയുമ്പോൾ വെസ്റ്റിലോട്ട് നോക്കി നിൽക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ രാഹുലിൻ്റെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. ഇപ്പോൾ എങ്ങോട്ടായിരിക്കും ഷാഡോ വരുന്നത്? ഇങ്ങോട്ടായിരിക്കും. അതായത് രാഹുലിൻ്റെ പുറകിൽ, ബിഹൈൻഡ് ആയിരിക്കും ഷാഡോ വരുന്നത്.
ഇത്രയും കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഈ ഷാഡോ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും തകർപ്പനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ, ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയോ? ഓക്കെ ആയില്ലെങ്കിൽ ഒന്ന് പുറകിലോട്ട് പോയിട്ട് ഒന്നുകൂടെ ഒന്ന് നോക്കി നോക്ക്, ഉറപ്പായിട്ട് സെറ്റ് ആവും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഇനി നമ്മൾ പറഞ്ഞതാണ് ദർ ഈസ് നോ ഷാഡോ അറ്റ് 12 noon. ഓക്കെ, ഉച്ച സമയത്ത് അധികം ഷാഡോ ഉണ്ടാവാറില്ല. കാരണം ഞാൻ പറഞ്ഞു സണ്ണ് വെർട്ടിക്കലി ഓവർ ഹെഡ് ചെയ്യുന്ന ടൈമാണ്, അതുകൊണ്ട് ദർ ഈസ് നോ ഷാഡോ അറ്റ് noon. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. നോക്കിയേ, one morning Sujata started to walk towards the sun. After covering some distance, she turned to right and moved some distance. Then again turned to right and covering some distance. She again turns to right. Now in which direction is she facing? ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എന്ത് മനസ്സിലായി? എത്ര മീറ്റർ പോയി, എത്ര കിലോമീറ്റർ പോയി എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഏതൊക്കെയോ ഡയറക്ഷനിലോട്ട് കുറച്ച് പോയി, അവസാനം നമുക്ക് കാണേണ്ടത് ഡയറക്ഷൻ ആണെന്ന് മനസ്സിലായി. ഇപ്പൊ എക്സാമിന് 3-4 പ്രാവശ്യം ഒന്നും ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാനുള്ള ടൈം നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടൈം വായിക്കുമ്പോൾ തന്നെ കീവേഡ്സ് അണ്ടർലൈൻ ചെയ്ത് പോകണം. ലെഫ്റ്റ് പോയെങ്കിൽ ലെഫ്റ്റ് അണ്ടർലൈൻ ചെയ്യണം. ഇപ്പൊ എത്ര കിലോമീറ്റർ ആണെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്യണം. ഫസ്റ്റ് റീഡിങ്ങിൽ തന്നെ അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പൊ ഇവിടെ മോർണിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മോർണിംഗ് ആണെന്ന് പറയുമ്പോൾ തന്നെ എന്ത് വരണം നമ്മുടെ മനസ്സിൽ? സൺ എവിടെ ഉണ്ടാവും? സൺ ഈസ്റ്റിലും സൺറൈസ് വെസ്റ്റിലോട്ടും ആയിരിക്കും എന്ന് മോർണിംഗ് ആണെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ വരണം. സുജാത സ്റ്റാർട്ടഡ് ടുവേർഡ്സ് ദ സൺ. അപ്പൊ സുജാത എങ്ങോട്ട് നോക്കി നടക്കുന്നുണ്ടായിരിക്കും? ഈസ്റ്റിലോട്ട് നോക്കി നടക്കുന്നുണ്ടായിരിക്കും. ആഫ്റ്റർ കവറിങ് സം ഡിസ്റ്റൻസ് ഷീ ടേൺ ടു റൈറ്റ്. അപ്പൊ കുറച്ച് ഡിസ്റ്റൻസ് പോയിട്ട് റൈറ്റിലേക്ക് ടേൺ ചെയ്തു. അപ്പൊ ഇത് ലെഫ്റ്റ് ആണ്, ഇത് റൈറ്റ് ആണ്. റൈറ്റിലേക്ക് ടേൺ ചെയ്തു ആൻഡ് മൂവ് സം ഡിസ്റ്റൻസ്. അല്ലെ, എത്രയാന്ന് പറഞ്ഞിട്ടില്ല, കുറച്ച് ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. ദെൻ അഗെയിൻ ടു ദ റൈറ്റ്, പിന്നെയും റൈറ്റിലോട്ട് മൂവ് ചെയ്തു. ഇപ്പൊ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. വീണ്ടും റൈറ്റിലേക്ക് മൂവ് ചെയ്തു ആൻഡ് സം കവറിങ് സം ഡിസ്റ്റൻസ്. എത്രയാണെന്നൊന്നും പറയുന്നില്ല, കുറച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്തു. ഷീ അഗെയിൻ ടേൺസ് ടു റൈറ്റ്. ഓക്കെ, ഇപ്പൊ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. വീണ്ടും റൈറ്റിലേക്ക് മൂവ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടല്ലേ മൂവ് ചെയ്യുക. നൗ ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഷീ ഫേസിങ്? ഇപ്പൊ എങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുകയായിരിക്കും? മുകളിലോട്ടല്ലേ, നോർത്തിലോട്ടല്ലേ ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ നോർത്ത് എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ. ഇത് ഷാഡോ ബേസ്ഡ് ക്വസ്റ്റ്യനിൽ വളരെ എളുപ്പമായിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നോക്കിയേ, വൺ മോർണിംഗ് ആഫ്റ്റർ സൺറൈസ്. സൺറൈസ് എന്ന് പറയുമ്പോൾ എന്താ മനസ്സിൽ വരേണ്ടത്? സൺ ഈസ്റ്റിലും സൺറൈസ് എങ്ങോട്ടായിരിക്കും? വെസ്റ്റിലോട്ടായിരിക്കും. ഷാഡോ വെസ്റ്റിലോട്ടും ആയിരിക്കും പോകുന്നതെന്ന് ഓർമ്മ വരണം. വിമൽ സ്റ്റാർട്ടഡ് ടു വാക്ക്. എങ്ങോട്ട് വാക്ക് ചെയ്തെന്നൊന്നും പറയുന്നില്ല. രാവിലെ എണീറ്റ് വിമൽ എങ്ങോട്ട് വെച്ച് പിടിച്ചു, എങ്ങോട്ടാണെന്നൊന്നും പറയുന്നില്ല. ഡ്യൂറിങ് ദിസ് വാക്ക് ഹി മെറ്റ് സ്റ്റീഫൻ. ഓക്കെ, അപ്പോൾ വിമൽ അങ്ങോട്ട് നടക്കുകയാണ്. എങ്ങോട്ട് നടന്നു? നോർത്തോ സൗത്തോ ഈസ്റ്റോ വെസ്റ്റോ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ വിമൽ എങ്ങനെ വാക്ക് ചെയ്തുകൊണ്ട് പോയപ്പോൾ ആരെ കണ്ടു? സ്റ്റീഫനെ കണ്ടു. ഹു വാസ് കമ്മിങ് ഫ്രം ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ വിമലിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് സ്റ്റീഫൻ വരികയാണ്. വിമൽ വാച്ച് ദാറ്റ് ദ ഷാഡോ ഓഫ് സ്റ്റീഫൻ ടു ദ റൈറ്റ് ഓഫ് ഹിം, ദാറ്റ് ഈസ് വിമൽ. ദെൻ ഇൻ വിച്ച് ഡയറക്ഷൻ വിമൽ വാസ് ഫേസിങ്? എടോ ഇത്രയേ ഉള്ളൂ. വിമൽ എങ്ങോട്ട് രാവിലെ ഏതോ ഒരു വാക്കിനെ വെച്ച് പിടിച്ചു, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് സ്റ്റീഫൻ വന്നു. അപ്പൊ വിമൽ എന്ത് കണ്ടു? ഷാഡോ സ്റ്റീഫൻ. വിമലിന്റെ റൈറ്റിലായിരുന്നു സ്റ്റീഫന്റെ ഷാഡോ. അങ്ങനെയാണെങ്കിൽ വിമൽ എങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കും? എങ്ങനെ കണ്ടുപിടിക്കൂ ഇത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4 പോസിബിലിറ്റി ആണ് ഇവർ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ വരാൻ വേണ്ടി ഉള്ളത്. ഒന്ന്, വിമല് സൗത്തിലോട്ട് നോക്കി നിൽക്കും. അപ്പോൾ സ്റ്റീഫൻ എങ്ങോട്ട് നോക്കി നിൽക്കണം? നോർത്തിലോട്ട് നോക്കി നിൽക്കണം. അടുത്ത് സ്റ്റീഫൻ സൗത്തിലോട്ടാണെങ്കിൽ വിമലിന് എങ്ങോട്ട് നോക്കി നിൽക്കാം? നോർത്തിലോട്ട് നോക്കി നിൽക്കാം. ഇനി സ്റ്റീഫൻ ഈസ്റ്റിലോട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ വിമൽ എങ്ങോട്ട് നോക്കി നിൽക്കണം? വെസ്റ്റിലോട്ട് നോക്കി നിൽക്കണം. ഇനി വിമൽ ഈസ്റ്റിലോട്ട് നോക്കി നിൽക്കുന്നു, സ്റ്റീഫൻ വെസ്റ്റിലോട്ട് നോക്കി നിൽക്കുന്നു. ഇത്രയും പോസിബിലിറ്റീസ് അല്ലേ ഉള്ളത്? ഇങ്ങനെയൊക്കെ നിന്നാലല്ലേ ഇവർ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ വരാൻ സാധിക്കുക. അപ്പം നോക്കിയേ, നമുക്ക് ഫസ്റ്റ് കണ്ടീഷനിൽ നോക്കാം. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇത് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഈ ഒരു ടൈപ്പ് 4-5 ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമ്മൾ ഇതിലൊരു 10-12 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമായിരിക്കും. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ വീണ്ടും ഈ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിൽ തന്നെ കിട്ടും കേട്ടോ. ഫസ്റ്റ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ കണ്ടീഷനിൽ നോക്കി, ഫസ്റ്റ് കണ്ടീഷനിൽ എന്താണ്? വിമൽ സൗത്തിലോട്ടും സ്റ്റീഫൻ നോർത്തിലോട്ടുമാണ് നോക്കി നിൽക്കുന്നത്. ഇപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആരുടെ ഷാഡോയാണ് നമുക്ക് കാണേണ്ടത്? വിമൽ വാച്ച് ദാറ്റ് ദ ഷാഡോ ഓഫ് സ്റ്റീഫൻ. സ്റ്റീഫന്റെ ഷാഡോ അല്ലേ നമുക്ക് കാണേണ്ടത്? അത് വിമലിന്റെ ഏതോ ഒരു റൈറ്റ് പാർട്ടിലാണ്. അപ്പം നമുക്ക് ഷാഡോ ഓഫ് സ്റ്റീഫൻ ആണ് കാണേണ്ടത്. അപ്പം ഈ 4 പോസിബിലിറ്റീസിലും നമുക്ക് സ്റ്റീഫന്റെ ഷാഡോ എന്ന് കാണാം. ഫസ്റ്റ് കണ്ടീഷനിൽ നോക്കിയേ, സ്റ്റീഫൻ ഫസ്റ്റ് കണ്ടീഷനിൽ നോർത്തിലോട്ട് നോക്കിയാണ് നിൽക്കുന്നത്. ഷാഡോ എങ്ങോട്ടായിരിക്കും? എങ്ങോട്ട് നോക്കി നിന്നാലും മോർണിംഗ് ആണോ സൺ ഈസ്റ്റിലും, ഷാഡോ എങ്ങോട്ടായിരിക്കും? വെസ്റ്റിലോട്ടും ആയിരിക്കും. അപ്പൊ ഷാഡോ ഇതാ ഇങ്ങോട്ടായിരിക്കുന്നത് അല്ലേ? അപ്പോൾ സ്റ്റീഫന്റെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്.
ഇനി അടുത്ത കേസിൽ, രണ്ടാമത്തെ കേസിൽ നോക്കിയേ. സ്റ്റീഫൻ സൗത്തിലോട്ട് നോക്കിയാണ് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ സ്റ്റീഫന്റെ ലെഫ്റ്റ് ഇതും റൈറ്റ് ഇതും ആയിരിക്കും. ഷാഡോ എങ്ങോട്ടായിരിക്കും? എങ്ങോട്ടോ ആയിക്കോട്ടെ, ഷാഡോ വെസ്റ്റിലോട്ടായിരിക്കും നിൽക്കുന്നത് അല്ലേ? ഇനി ഈ മൂന്നാമത്തെ കണ്ടീഷനിൽ നോക്കിയേ. സ്റ്റീഫനെ എടുക്കാം. സ്റ്റീഫന്റെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. ഷാഡോ എങ്ങോട്ടായിരിക്കും? ഷാഡോ വെസ്റ്റിലോട്ടായിരിക്കും. അതായത് സ്റ്റീഫന്റെ പുറകിലായിരിക്കും ഷാഡോ വരുന്നത്. നാലാമത്തെ കണ്ടീഷൻ നോക്കിയേ. നാലാമത്തെ കണ്ടീഷൻ ഇതാണ്. സ്റ്റീഫൻ വെസ്റ്റിലോട്ട് നോക്കി നിൽക്കുകയാണ് അല്ലേ? ഷാഡോ എങ്ങോട്ടായിരിക്കും? സ്റ്റീഫന്റെ ഫ്രണ്ടിലോട്ടായിരിക്കും ഷാഡോ പോകുന്നത്. ഇത്രയും കണ്ടീഷൻസ് അല്ലേ ഉള്ളത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? വിമൽ വാച്ച് ദ ഷാഡോ ഓഫ് സ്റ്റീഫൻ ടു ദ റൈറ്റ് ഓഫ് ഹിം. അത് സ്റ്റീഫന്റെ ഷാഡോ വിമലിന്റെ റൈറ്റിൽ വരണം. ഓക്കെ, ഫസ്റ്റ് കേസിൽ വിമലിന്റെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. നമ്മൾ എവിടെ നിൽക്കുകയാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ സൗത്തിലോട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ലെഫ്റ്റ് ഇത് റൈറ്റ് ഇതല്ലേ? ഓക്കെ, അപ്പൊ വിമലിന്റെ റൈറ്റ് ആയിരിക്കണം സ്റ്റീഫന്റെ ഷാഡോ. വിമലിന്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ? ഓക്കെ, വിമലിന്റെ റൈറ്റ് പാർട്ടിലല്ലേ ഇവിടെ സ്റ്റീഫന്റെ ഷാഡോ വരുന്നത് അല്ലേ? അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ തന്നെ ഇവിടെ സാറ്റിസ്ഫൈഡ് ആവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചത് എന്താണ്? ദെൻ ഇൻ വിച്ച് ഡയറക്ഷൻ വിമൽ വാസ് ഫേസിങ്. വിമൽ ഇപ്പൊ ഏത് ഡയറക്ഷനിലായിരിക്കും നോക്കി നിൽക്കുക? വിമൽ സൗത്തിലോട്ടായിരിക്കും നോക്കി നിൽക്കുന്നത്. വിമൽ ഇങ്ങോട്ടല്ലേ നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സീമ സ്റ്റാർട്ടഡ് വാക്കിംഗ് ഏർലി ഇൻ ദ മോർണിംഗ് ഓൺ ദ റോഡ് ടുവേർഡ്സ് ദ സൺ. ഓക്കെ, ടുവേർഡ്സ് ദ സൺ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആഫ്റ്റർ സം ടൈം ഷീ ടേൺ ടു ഹെർ ലെഫ്റ്റ്. അഗെയിൻ ആഫ്റ്റർ സം ടൈം ഷീ ടേൺ ടു ഹെർ റൈറ്റ്. After moving some distance, she again turned to her right, began to move. At this time, in which direction was she moving? അപ്പോൾ ഇത്രയും വായിച്ചു നോക്കിയപ്പോൾ ഇവിടെയും നമുക്ക് എത്ര ഡിസ്റ്റൻസ് ഒക്കെയാണ് മൂവ് ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല. കുറച്ച് ദൂരം പോകുന്നു, ലെഫ്റ്റ് എടുക്കുന്നു, റൈറ്റ് എടുക്കുന്നു, അങ്ങനെ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താ പറയുന്നത്? സീമ സ്റ്റാർട്ടഡ് വാക്കിംഗ് ഏർലി ഇൻ ദ മോർണിംഗ്. ഏർലി ഇൻ ദ മോർണിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് വരും? സൺ ഈസ്റ്റിലും ഷാഡോ പോകുന്നത് വെസ്റ്റിലോട്ടും ആണെന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ സീമ എന്ത് ചെയ്തു? ടുവേർഡ്സ് ദ സൺ അല്ലേ? വാക്കിംഗ് ഏർലി ഇൻ ദ മോർണിംഗ്, വാക്കിംഗ് ടുവേർഡ്സ് ദ സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റിലോട്ട് നോക്കി സീമ പോവുകയാണ്. ആഫ്റ്റർ സം ടൈം ഷീ ടേൺ ടു ഹർ ലെഫ്റ്റ്. കുറച്ച് ദൂരം പോയിട്ട് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു. അപ്പം ഇത് ലെഫ്റ്റും ഇത് റൈറ്റും അല്ലേ സീമയുടെ? അപ്പം ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്തു. ആഫ്റ്റർ സം ടൈം ഷീ ടേൺ ടു ഹർ റൈറ്റ്. അപ്പോൾ കുറച്ച് ദൂരം പോയിട്ട് എന്ത് ചെയ്തു? പിന്നെ റൈറ്റിലേക്ക് മൂവ് ചെയ്തു. എത്ര ദൂരമാണെന്ന് പറയുന്നില്ല. ആഫ്റ്റർ മൂവിങ് സം ഡിസ്റ്റൻസ് ഷീ ടേൺ ടു ഹർ റൈറ്റ്. വീണ്ടും റൈറ്റിലേക്ക് പോയി. ഇപ്പം ഇത് ലെഫ്റ്റും ഇത് റൈറ്റും ആണ്. വീണ്ടും റൈറ്റിലേക്ക് മൂവ് ചെയ്തു അല്ലെ? മൂവ് ചെയ്യാൻ ബിഗാൻ ചെയ്തു. അറ്റ് ദിസ് ടൈം ഇൻ വിച്ച് ഡയറക്ഷൻ വാസ് ഷീ മൂവിങ്. ഇപ്പോൾ അവൾ ഏത് ഡയറക്ഷനിലോട്ടായിരിക്കും സീമ പോകുന്നത്? ഇപ്പോൾ സൗത്തിലോട്ടല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്, സൗത്ത് എന്നുള്ളതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് ഡസ്ക്. ഡസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡസ്ക് എന്ന് പറഞ്ഞാൽ ഈവനിങ് അല്ലേ? ഞാൻ പറഞ്ഞു ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഡോൺ എന്ന് പറഞ്ഞാൽ മോർണിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡസ്ക് എന്ന് പറഞ്ഞാൽ ഈവനിങ്ങും ആണ്. അറ്റ് ഡസ്ക് രോഹിത് സ്റ്റാർട്ടഡ് വാക്കിംഗ് ഫേസിങ് ദ സൺ. അപ്പോൾ ഡസ്ക് ആണ് പറഞ്ഞേക്കുന്നല്ലേ? ഈവനിങ് ആണ്. ഈവനിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് വരും? ചായയും പരിപ്പോടിയും വരുമോ? ഇല്ല. ഈവനിങ് എന്ന് പറയുമ്പോൾ സൺ വെസ്റ്റിലും ഷാഡോ എങ്ങോട്ട് പോവും? ഈസ്റ്റിലോട്ടും ആയിരിക്കും നമ്മുടെ ഷാഡോ പോകുന്നത്. അപ്പോൾ രോഹിത് സ്റ്റാർട്ടഡ് വാക്കിംഗ് ഫേസിങ് ദ സൺ. സണ്ണിനെ നോക്കി നടക്കുകയാണ്. അപ്പോൾ വെസ്റ്റിലോട്ട് നടക്കുകയാണ്. ആഫ്റ്റർ എ വൈൽ ഹി മീറ്റ് ഹിസ് ഫ്രണ്ട് ആൻഡ് ബോത്ത് ടേൺ to their left. They halted for a while and started moving by turning again to their right. Finally, Rohit waved goodbye to his friend and took a left turn at a corner. At which direction is Rohit moving now? അപ്പോൾ എന്താ പറയുന്നത്? ഈവനിങ് ആണ്. രോഹിത് സണ്ണിനെ നോക്കി നടക്കുകയാണ്. അപ്പോൾ വെസ്റ്റിലോട്ട് നോക്കി രോഹിത് നടക്കുകയാണ്. ആഫ്റ്റർ എ വൈൽ ഹി മെറ്റ് ഹിസ് ഫ്രണ്ട്. ഓക്കെ, കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ഇവിടെ വെച്ച് അയാളുടെ ഫ്രണ്ടിനെ കൂടെ മീറ്റ് ചെയ്തു നമുക്ക് പറയാം. എന്നിട്ട് എന്ത് ചെയ്തു? രണ്ടുപേരും കൂടെ കുറച്ച് കഴിഞ്ഞാൽ ബോത്ത് ടേൺ ടു ദെയർ ലെഫ്റ്റ്. ഇപ്പം രണ്ടുപേരുടെയും ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ് അല്ലേ? അപ്പം രണ്ടുപേരും ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തു. അപ്പോൾ രോഹിത്തും ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തു, രോഹിത്തിൻ്റെ ഫ്രണ്ടും ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തു. ദേ ഹാൾട്ടഡ് ഫോർ എ വൈൽ ആൻഡ് സ്റ്റാർട്ടഡ് മൂവിങ് ടേണിങ് അഗെയിൻ ടു ദെയർ റൈറ്റ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും എന്ത് ചെയ്തു? റൈറ്റിലേക്ക് ടേൺ ചെയ്തു. ഇപ്പോൾ രണ്ടുപേരുടെ ലെഫ്റ്റ് ഏതാണ്, റൈറ്റ് ഏതാണ്? ഇത് ലെഫ്റ്റും ഇത് റൈറ്റ്. ഈ ലെഫ്റ്റ് റൈറ്റ് കൊടുക്കുന്ന തിരിഞ്ഞു പോയാൽ മൊത്തം കുളമാവുകയും ആൻസർ കിട്ടൂല. അപ്പോൾ അതൊന്ന് ഓർത്തിട്ട് ചെയ്യണം. അപ്പോൾ രണ്ടുപേരും കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? രണ്ടുപേരും റൈറ്റിലേക്ക് ടേൺ ചെയ്തു. അപ്പോൾ രോഹിത് ഇങ്ങോട്ട് ടേൺ ചെയ്തു, രോഹിതിൻ്റെ ഫ്രണ്ടും ഇങ്ങോട്ട് ടേൺ ചെയ്തു. ഫൈനലി രോഹിത് വേർഡ് ഗുഡ് ബൈ ടു ഹിസ് ഫ്രണ്ട് ആൻഡ് ടുക്ക് എ ലെഫ്റ്റ് ടേൺ അറ്റ് എ കോർണർ. അപ്പോൾ രോഹിത് കുറേയൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് മതിയായി, പോകാമെന്ന് വെച്ചു. അപ്പോൾ രോഹിത് എന്ത് ചെയ്തു? പിന്നെ ഒരു ലെഫ്റ്റ് ടേൺ എടുത്തു. ലെഫ്റ്റ് ടേൺ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് സൗത്തിലേക്ക് പോയി അല്ലേ? ഒരു ഗുഡ് ബൈ ഒക്കെ ഫ്രണ്ടിനോട് പറഞ്ഞ് ലെഫ്റ്റ് ടേൺ എടുത്ത് പോയി. ഫ്രണ്ട് നേരെ തന്നെ പോയിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ രോഹിത് ലെഫ്റ്റ് ടേൺ എടുത്ത് ഒരു കോർണറിലോട്ട് പോവാണ്.
അറ്റ് വിച്ച് ഡയറക്ഷൻ ഈസ് രോഹിത് മൂവിങ് നൗ? ഇപ്പൊ രോഹിത് ഏത് ഡയറക്ഷനിലോട്ടായിരിക്കും പോകുന്നത്? ഇങ്ങോട്ടല്ലേ പോകുന്നത്, സൗത്തിലോട്ടല്ലേ പോകുന്നത്? അപ്പോൾ ഓപ്ഷൻ ബി ആണ്, സൗത്ത് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൺ മോർണിംഗ് അജയ് ആൻഡ് വിജയ് ടോക്കിംഗ് ടു ഈച്ച് അതർ ഫേസ് ടു ഫേസ് സ്റ്റാൻഡിംഗ് അറ്റ് എ ക്രോസിംഗ്. If Vijay's shadow was exactly to the left of Ajay, then in which direction was Ajay facing? വൺ മോർണിംഗ് എന്ന് പറഞ്ഞു. മോർണിംഗ് എന്ന് പറയുമ്പോൾ എന്ത് ചിന്തിക്കും? സൺ ഈസ്റ്റിലും ഷാഡോ വെസ്റ്റിലോട്ടും ആയിരിക്കും എന്ന് ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലതാണ് ഓർമ്മ വരേണ്ടത്. അപ്പോൾ അജയും വിജയും ഉണ്ട്, രണ്ടുപേരും ഫേസ് ടു ഫേസ് ഈച്ച് അതർ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അറ്റ് എ ക്രോസിംഗ്. അപ്പോൾ ഇവിടെ ഒരാളുടെ ഷാഡോ ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? രണ്ടുപേരും ഓപ്പോസിറ്റ് ഈച്ച് അതർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചിന്തിക്കണം? 4 പോസിബിലിറ്റി ആണുള്ളത്. മിക്കവാറും ആദ്യത്തെ 2 പോസിബിലിറ്റി തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് ആദ്യം അത് രണ്ടും വരച്ചു നോക്കാം. അപ്പോൾ ആദ്യത്തെ പോസിബിലിറ്റി അജയ് സൗത്തിലോട്ടും വിജയ് നോർത്തിലോട്ടും നിൽക്കുന്ന പൊസിഷൻ നോക്കാം. രണ്ടാമത്തേത് വിജയ് സൗത്തിലോട്ടും അജയ് നോർത്തിലോട്ടും നിൽക്കാം. ഓക്കെ, ഈ 2 പോസിബിലിറ്റിയിലും കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാവേ. അപ്പോൾ ഇവിടെ നമുക്ക് ആരുടെ ഷാഡോയെ കാണേണ്ടത്? ഇഫ് വിജയ് ഷാഡോ കണ്ട, വിജയുടെ ഷാഡോ നമുക്ക് കാണാനുള്ളത്. മോർണിംഗ് ആണ്, സൺ ഈസിലും സൺറൈസ് ഷാഡോ എങ്ങോട്ടായിരിക്കും? വെസ്റ്റിലോട്ടും ആയിരിക്കും. അപ്പോൾ നമുക്ക് വിജയുടെ ഷാഡോ അല്ലേ കാണേണ്ടത്? ആദ്യത്തെ കേസിൽ വിജയുടെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്, ഷാഡോ ഇങ്ങോട്ടല്ലേ? വെസ്റ്റിലോട്ട്. രണ്ടാമത്തെ കണ്ടീഷനിൽ വിജയുടെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്, എങ്ങോട്ട് നോക്കി ചെന്നാലും ഷാഡോ വെസ്റ്റിലോട്ടാണ്, വിജയുടെ റൈറ്റിലായിരിക്കും ഇപ്പോൾ ഷാഡോ. അപ്പോൾ ഇവിടെ നോക്കി, വിജയ് ഷാഡോ വാസ് എക്സാക്ട്ലി ടു ദ ലെഫ്റ്റ് ഓഫ് അജയ്. വിജയുടെ ഷാഡോ അജയുടെ ലെഫ്റ്റിൽ വരണം. നോക്കിയേ, ഇപ്പൊ ആദ്യത്തെ കണ്ടീഷനിൽ വിജയുടെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്, അജയുടെ ലെഫ്റ്റിൽ വരണം അല്ലേ? ഇപ്പൊ അജയുടെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. ആദ്യത്തെ കണ്ടീഷനിൽ അജയുടെ റൈറ്റിലാണ് വിജയുടെ ഷാഡോ വരുന്നത് അല്ലേ? രണ്ടാമത്തെ കേസിൽ നോക്കിയേ, വിജയുടെ ഷാഡോ വിജയുടെ റൈറ്റിലാണ്. അജയുടെ കേസിൽ അജയുടെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്, അജയുടെ ലെഫ്റ്റിലായിട്ടല്ലേ ഇവിടെ വിജയുടെ ഷാഡോ വരുന്നത്? ആണല്ലോ. അപ്പൊ ഈ രണ്ടാമത്തെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? Then which direction was Ajay facing? അജയ് എങ്ങോട്ട് നോക്കി നിൽക്കുന്നു? അജയ് നോർത്തിലോട്ടാണ് നോക്കി നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആണ്, നോർത്ത് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. വൺ ഈവനിങ് ബിഫോർ സൺസെറ്റ് രേഖ ആൻഡ് ഹേമ were standing face to face. If shadow of Rekha was exactly behind of Rekha, then which direction was Hema facing? ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇൻ ഫ്രണ്ട് ഓഫ്, ബിഹൈൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈസ്റ്റിലോട്ടും വെസ്റ്റിലോട്ടും നിൽക്കുന്ന ഡയറക്ഷൻ ആയിരിക്കും എടുക്കാനുള്ളത്. ഫേസ് ടു ഫേസ് എന്ന് പറയുമ്പോൾ അല്ലാതെ വരുമ്പോൾ മിക്കവാറും നോർത്ത് സൗത്ത് ആ 2 ഡയറക്ഷനിലായിരിക്കും നിൽക്കുന്നത്. അവസാനത്തെ ആ 2 പോസിബിലിറ്റി ആയിരിക്കും മിക്കവാറും ബിഹൈൻഡ് എന്ന്, ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ അത് രണ്ടും വരച്ച് നോക്കി, വെറുതെ മറ്റെല്ലാം വരച്ച സമയങ്ങളുണ്ട്, അത് രണ്ടും വരച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വൺ ഈവനിങ് എന്നാ പറയുന്നത് അല്ലേ? ഈവനിങ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരും? ഈവനിങ് എന്ന് പറയുമ്പോൾ സൺ വെസ്റ്റിലും ഷാഡോ എങ്ങോട്ടായിരിക്കും? ഈസ്റ്റിലോട്ടും ആയിരിക്കും. ബിഫോർ സൺസെറ്റ് രേഖ ആൻഡ് ഹേമ were സ്റ്റാൻഡിങ് ഫേസ് ടു ഫേസ് ഈച്ച് അതർ. അപ്പൊ രേഖയും ഹേമയും നിൽക്കാൻ സാധ്യതയുള്ള 2 പോസിബിലിറ്റി പറയാം. അപ്പൊ രേഖ ഈസ്റ്റിലോട്ടും ഹേമ വെസ്റ്റിലോട്ടും നിൽക്കാം. ഇനി ഹേമ ഈസ്റ്റിലോട്ടും രേഖ വെസ്റ്റിലോട്ടും നിൽക്കാം. ഈ 2 പോസിബിലിറ്റി നമുക്ക് നോക്കാം, കാരണം ബിഹൈൻഡും ഇൻ ഫ്രണ്ടും ഒക്കെ വരുന്നത് ഈ 2 പോസിബിലിറ്റിയിലായിരിക്കും. അപ്പൊ നമ്മളോട് ചോദിച്ചത് എന്താണ്? The shadow of Rekha was exactly behind of Rekha. രേഖയുടെ ഷാഡോ രേഖയുടെ പുറകിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ കണ്ടീഷൻസ് ഒക്കെ നോക്കാം. ഇപ്പൊ മോർണിംഗ് ആണ്, സൺ ഈസിലും ഷാഡോ വെസ്റ്റിലോട്ടും ആണ്. ആദ്യത്തെ കണ്ടീഷൻ നോക്കിയേ, രേഖ ഈസിലോട്ടും ഹേമ വെസ്റ്റിലോട്ടും അല്ലേ ഇരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ രേഖയുടെ ഷാഡോ ആണ് കാണേണ്ടത്. രേഖ ഈസിലോട്ടാണ് ആദ്യത്തെ കണ്ടീഷനിൽ ഇരിക്കുന്നത്. രേഖയുടെ ലെഫ്റ്റ് ഇതായിരിക്കും, റൈറ്റ് ഇതായിരിക്കും. ഷാഡോ എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഷാഡോ ഈസിലോട്ടല്ലേ പോകുന്നത്, ഇങ്ങോട്ടായിരിക്കും, അതായത് രേഖയുടെ ഫ്രണ്ടിലോട്ടായിരിക്കും ഷാഡോ വരുന്നത്. രണ്ടാമത്തെ കേസിൽ നോക്കിയേ, രേഖ വെസ്റ്റിലോട്ട് നോക്കി നിൽക്കുകയാണ്, രേഖയുടെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. ഷാഡോ എങ്ങോട്ടായിരിക്കും? എങ്ങോട്ട് നോക്കി നിന്ന് കഴിഞ്ഞാലും ഈവനിങ് ആണെങ്കിൽ ഷാഡോ എങ്ങോട്ടായിരിക്കും? ഈസ്റ്റിലോട്ടായിരിക്കും. അപ്പോൾ ഷാഡോ ഇങ്ങോട്ടായിരിക്കും നിൽക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഷാഡോ ഓഫ് രേഖ വാസ് എക്സാക്ട്ലി ബിഹൈൻഡ് ഓഫ് രേഖ. അപ്പൊ രേഖയുടെ പുറകിലായിരിക്കണം രേഖയുടെ ഷാഡോ. രണ്ടാമത്തെ കണ്ടീഷനിൽ എങ്ങനെയല്ലേ? രേഖ വെസ്റ്റിലോട്ട് നോക്കി നിൽക്കുന്നു, രേഖയുടെ പുറകിലായിരിക്കും രേഖയുടെ ഷാഡോ വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ദെൻ വിച്ച് ഡയറക്ഷൻ വാസ് ഹേമ ഫേസിങ്? അങ്ങനെയാണെങ്കിൽ അതായത് രേഖയുടെ ഷാഡോ രേഖയുടെ പുറകിൽ വരുന്ന കണ്ടീഷനിൽ ഹേമ എങ്ങോട്ട് നോക്കി നിൽക്കും? എങ്ങോട്ട് നോക്കി നിൽക്കും? ഹേമ എങ്ങോട്ട് നോക്കി നിൽക്കുന്നു? ഈസ്റ്റിലോട്ട് നോക്കി നിൽക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഹേമ ഈസ്റ്റിലോട്ടും രേഖ വെസ്റ്റിലോട്ടും ആയിരിക്കും നോക്കി നിൽക്കുന്നത്.
ഇപ്പൊ ഹേമ ഈസ്റ്റ് ആണ്. അപ്പൊ ഈസ്റ്റ് എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. അഞ്ജു സീസ് ദ റൈസിംഗ് സൺ ഈസ് ബിഹൈൻഡ് ദ ടെമ്പിൾ ആൻഡ് സെറ്റിംഗ് സൺ ഈസ് ബിഹൈൻഡ് ദ ബസ് സ്റ്റോപ്പ് ഫ്രം ഹിസ് ഹൗസ്. ദെൻ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ടെമ്പിൾ ഫ്രം ബസ് സ്റ്റോപ്പ്? അപ്പൊ എന്താ പറയുന്നത്? റൈസിംഗ് സണ്ണും ഉണ്ട്, സെറ്റിംഗ് സണ്ണും ഉണ്ട്. ഇവിടെ ഒരു ടെമ്പിളും ബസ് സ്റ്റോപ്പും ഹൗസും ഉണ്ട്. അപ്പൊ അഞ്ജു സീസ് റൈസിംഗ് സൺ ഈസ് ബിഹൈൻഡ് ദ ടെമ്പിൾ. ഓക്കെ, റൈസിംഗ് സൺ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? റൈസിംഗ് സൺ എന്ന് പറയുമ്പോൾ സൺ ഈസിലും ഷാഡോ വെസ്റ്റിലോട്ടും ആയിരിക്കും. അപ്പൊ എന്താ പറയുന്നത്? അഞ്ജു സീസ് റൈസിംഗ് സൺ ഈസ് ബിഹൈൻഡ് ദ ടെമ്പിൾ. ടെമ്പിളിന്റെ പുറകിലായി വരണം റൈസിംഗ് സൺ. ഓക്കെ, ഇത് ടെമ്പിൾ ആണെന്ന് വെച്ചോ. ഇത് ടെമ്പിളിന്റെ ബാക്കാണ്, സോറി, ഇത് ടെമ്പിളിന്റെ ഫ്രണ്ട് ആണ്, ഇത് ബാക്ക് ആണ്, ഇത് ലെഫ്റ്റ് ആണ്, ഇത് റൈറ്റ് ആണ്. ടെമ്പിൾ ഇങ്ങോട്ട് നോക്കിയിരിക്കുവാണ്. അപ്പൊ ഇപ്പൊ റൈസിംഗ് സൺ ടെമ്പിളിന്റെ പുറകു ഭാഗത്ത് എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയില്ലേ? പിന്നെ എന്ത് പറഞ്ഞു? സെറ്റിംഗ് സൺ ഈസ് ബിഹൈൻഡ് ദ ബസ് സ്റ്റോപ്പ്. സെറ്റിംഗ് സൺ എന്ന് പറയുമ്പോൾ സൺ ഇവിടെ ആയിരിക്കും അല്ലേ? വെസ്റ്റിലായിരിക്കും സെറ്റിംഗ് സൺ. ഷാഡോ വരുന്നത് ഈസ്റ്റിലോട്ടായിരിക്കും. സെറ്റിംഗ് സൺ ഈസ് ബിഹൈൻഡ് ദ ബസ് സ്റ്റോപ്പ്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ബസ് സ്റ്റോപ്പിന്റെ ഫ്രണ്ട് ഇതാണ്. ഓക്കെ, സെറ്റിംഗ് സൺ ഈസ് ബിഹൈൻഡ് ദ ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പിന്റെ പുറകിലല്ലേ ഇപ്പൊ സെറ്റിംഗ് സൺ. ഫ്രം ഹിസ് ഹൗസ്, അവളുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോഴാണ് ഈ ഒരു കണ്ടീഷൻ. ദെൻ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ടെമ്പിൾ ഫ്രം ബസ് സ്റ്റോപ്പ്? അപ്പൊ നമ്മുടെ ബാക്കി കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈഡ് ആയി. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ടെമ്പിൾ ഫ്രം ബസ് സ്റ്റോപ്പ്? ബസ് സ്റ്റോപ്പിൽ നിന്നും ടെമ്പിളിന്റെ ഡയറക്ഷൻ ഏതാണ്? ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇതല്ലേ? ബസ് സ്റ്റോപ്പ് ഇതാണ്. ഓക്കെ, ബസ് സ്റ്റോപ്പിൽ നിന്നും ടെമ്പിളിലേക്കുള്ള ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷൻ ആണ്? ഈസ്റ്റ് ഡയറക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ്. ക്ലിയർ അല്ലേ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എക്സാമിന്റെ ടൈമിൽ ഇത് തരുമ്പോൾ നമ്മുടെ ടെൻഷനും സമയക്കുറവും എല്ലാം കൂടെ കൊണ്ട് തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പാണ്. അപ്പോൾ 1-2 പ്രാവശ്യം ഇതൊന്ന് വീണ്ടും ചെയ്ത് നോക്കിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഈവനിങ് ഷാഡോ ഓഫ് അഞ്ജു വാസ് ഹെർ ലെഫ്റ്റ് സൈഡ്. ഇഫ് അഞ്ജു ആൻഡ് സീമ ഫേസ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ, then which direction സീമ ഈസ് ഫേസിങ്? വൺ ഈവനിങ് എന്ന് പറഞ്ഞു. ഈവനിങ് എന്ന് പറയുമ്പോൾ എന്താ ഓർമ്മ വരും? സൺ വെസ്റ്റിലും ഷാഡോ ഈസ്റ്റിലോട്ടും ആയിരിക്കും. ഇതായിരിക്കണം നമുക്ക് ഓർമ്മ വരേണ്ടത്. അപ്പൊ എന്താ പറയുന്നത്? ഷാഡോ ഓഫ് അഞ്ജു വാസ് ഹെർ ലെഫ്റ്റ് സൈഡ്. അഞ്ജുവിന്റെ ഷാഡോ അവളുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കണം. അപ്പോൾ ഫ്രണ്ട് എന്നോ ബാക്കിലെന്നോ പറയുകയാണെങ്കിൽ നമുക്ക് അവസാനത്തെ 2 കണ്ടീഷൻ എടുത്താൽ മതി. ഇത് ആദ്യത്തെ 2 കണ്ടീഷൻ എടുക്കാം. അഞ്ജു സീമയും ആണുള്ളത് അല്ലേ ഇവിടെ? അപ്പോൾ നമുക്ക് അഞ്ജു ആദ്യത്തെ കണ്ടീഷനിൽ അഞ്ജു സൗത്തിലോട്ട് നോക്കി നിൽക്കുകയാണെങ്കിൽ സീമയ്ക്ക് എങ്ങോട്ട് നോക്കി നിൽക്കാം? നോർത്തിലോട്ട് നോക്കി നിൽക്കാം. ഇനി സീമ സൗത്തിലോട്ട് നോക്കി നിൽക്കുകയാണെങ്കിൽ അഞ്ജുവിന് നോർത്തിലോട്ട് നോക്കി നിൽക്കാം. ഓക്കെ, ആദ്യത്തെ ഈ 2 കണ്ടീഷൻ വെച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പൊ എന്താ പറയുന്നത്? ദ ഷാഡോ ഓഫ് അഞ്ജു വാസ് ഇൻ ഹെർ ലെഫ്റ്റ് സൈഡ്. അഞ്ജുവിന്റെ ഷാഡോ എങ്ങോട്ടായിരിക്കും? അഞ്ജുവിന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും. ആദ്യത്തെ കണ്ടീഷനിൽ നോക്കി അഞ്ജു സൗത്തിലോട്ട് നോക്കി നിൽക്കുകയാണ്. അഞ്ജുവിന്റെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. സണ്ണ് വെസ്റ്റിലും സൺറൈസ് ഷാഡോ എങ്ങോട്ടായിരിക്കും? ഈസ്റ്റിലോട്ടും ആയിരിക്കും. അപ്പൊ അഞ്ജുവിന്റെ ഷാഡോ ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ കേസിൽ അഞ്ജുവിന്റെ ഷാഡോ ഇങ്ങോട്ടായിരിക്കും. അഞ്ജുവിന്റെ ലെഫ്റ്റ് ഇതാണ്, അഞ്ജുവിന്റെ റൈറ്റ് ഇതാണ്. അപ്പൊ നമ്മളോട് പറഞ്ഞ എന്താണ്? ഷാഡോ ഓഫ് അഞ്ജു വാസ് ഇൻ ഹെർ ലെഫ്റ്റ് സൈഡ്. അഞ്ജുവിന്റെ ലെഫ്റ്റിലാണ് അഞ്ജുവിന്റെ ഷാഡോ. ആദ്യത്തെ കണ്ടീഷൻ അങ്ങനെയല്ലേ? അഞ്ജുവിന്റെ ലെഫ്റ്റിലാണ് അഞ്ജുവിന്റെ ഷാഡോ. ഇഫ് അഞ്ജു ആൻഡ് സീമ ഫേസ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ, then which direction was സീമ ഫേസിങ്? ഓക്കെ, അപ്പൊ അഞ്ജുവിന്റെ ഷാഡോ അഞ്ജുവിന്റെ ലെഫ്റ്റിലായിരിക്കുകയും വേണം. അഞ്ജു സീമയും കൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സീമ ഏത് ഡയറക്ഷനിലോട്ടായിരിക്കും ഫേസ് ചെയ്ത് നിൽക്കുന്നത്? ഏതിലോട്ടായിരിക്കും? നോർത്തിലോട്ടായിരിക്കും. അപ്പൊ നോർത്ത് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. സിമ്പിൾ അല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നോക്കേ. വൺ മോർണിംഗ് ആഫ്റ്റർ സൺറൈസ് സുരേഷ് വാസ് സ്റ്റാൻഡിങ് ഫേസിംഗ് എ പോൾ. ദ ഷാഡോ ഓഫ് പോൾ ഫെൽ എക്സാക്ട്ലി ടു ഹിസ് റൈറ്റ്. then which direction was he facing? വൺ മോർണിംഗ് എന്ന് പറഞ്ഞു. മോർണിംഗ് എന്ന് പറയുമ്പോൾ എന്താ ഓർമ്മ വരണം? സൺ ഈസ്റ്റിലും ഷാഡോ വെസ്റ്റിലോട്ടും ആയിരിക്കും. ആഫ്റ്റർ സൺറൈസ് സുരേഷ് വാസ് ഫേസിംഗ് എ പോൾ. ഓക്കെ, സുരേഷ് ഏതോ ഒരു പോളിലോട്ട് നോക്കി നിൽക്കുകയാണ്. അതിപ്പോ സുരേഷ് നോർത്ത് പോളിലോട്ടായിരിക്കാം, സൗത്ത് പോളിലോട്ടായിരിക്കാം, ഈസ്റ്റിലോട്ടായിരിക്കാം, വെസ്റ്റിലോട്ടായിരിക്കാം. ഏതോ ഒരു പാർട്ടിലോട്ട് സുരേഷ് നോക്കി നിൽക്കുകയാണ്. പിന്നെ എന്താ പറയുന്നത്? ദ ഷാഡോ ഓഫ് ദ പോൾ ഫെൽ എക്സാക്ട്ലി ടു ഹിസ് റൈറ്റ്. അതായത് ഷാഡോ എങ്ങോട്ടായിരിക്കണം? സുരേഷിന്റെ റൈറ്റിലായിരിക്കണം. ആദ്യത്തെ കണ്ടീഷൻ എടുക്കാം. സുരേഷിന്റെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. ഷാഡോ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. സൺറൈസ് അല്ലേ, മോർണിംഗ് അല്ലേ? സണ്ണ് ഈസ്റ്റിലും ഷാഡോ വെസ്റ്റിലോട്ടും ആയിരിക്കും. അപ്പൊ ആദ്യത്തെ കണ്ടീഷനിൽ സുരേഷിന്റെ ഷാഡോ സുരേഷിന്റെ ലെഫ്റ്റിലാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ദ ഷാഡോ ഓഫ് ദ പോൾ ഫെൽ എക്സാക്ട്ലി ടു ഹിസ് റൈറ്റ്. റൈറ്റിൽ വരണം.
രണ്ടാമത്തെ കണ്ടീഷനിൽ നോക്കിയേ, സുരേഷ് സൗത്തിലോട്ട് നോക്കി നിൽക്കുകയാണ്. സുരേഷിന്റെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. ഷാഡോ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും, വെസ്റ്റിലോട്ടായിരിക്കും. സുരേഷിന്റെ റൈറ്റിലാണ്. ഇപ്പൊ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ, സുരേഷിന്റെ ഷാഡോ അദ്ദേഹത്തിന്റെ റൈറ്റിലാണ്. ദെൻ വിച്ച് ഡയറക്ഷൻ വാസ് ഹി ഫേസിങ്? ഏത് ഡയറക്ഷനിലോട്ടായിരിക്കും? സൗത്തിലോട്ടായിരിക്കും. എളുപ്പമല്ലേ? ഇപ്പൊ കിട്ടുന്നില്ലേ? ആദ്യം ചെയ്ത ക്വസ്റ്റ്യനേക്കാളും ഈസിലി കിട്ടുന്നില്ലേ? അപ്പൊ സൗത്ത് എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പോവാം. ഇൻ എ മോർണിംഗ്, ടു ഫ്രണ്ട്സ് Rayan and Michu were talking to each other face to face. If at this time the shadow of Rayan was fell exactly to the right of Michu, then in which direction Rayan was facing? മോർണിംഗ് ആണ്. മോർണിംഗ് എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിൽ ഓർമ്മ വന്നു? സൺ ഈസിലും ഷാഡോ വെസ്റ്റിലോട്ടും ആയിരിക്കും. ടു ഫ്രണ്ട്സ് റയാൻ ആൻഡ് മിച്ചു വെയർ ടോക്കിംഗ് ടു ഈച്ച് അതർ ഫേസ് ടു ഫേസ്. റയാനും മിച്ചു രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, രണ്ടുപേരും ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ഫേസ് ടു ഫേസ് എന്ന് സംസാരിക്കുകയാണ്. ഫേസ് ടു ഫേസ് എന്ന് പറയുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഏതൊക്കെ കണ്ടീഷനിൽ അവർ നിൽക്കാം? റയാൻ സൗത്തിലോട്ടാണെങ്കിൽ മിച്ചു നോർത്തിലോട്ടായിരിക്കും. മിച്ചു സൗത്തിലോട്ടാണെങ്കിൽ റയാൻ നോർത്തിലോട്ടും ആയിരിക്കും. ഈ രണ്ട് കണ്ടീഷൻ വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കിവിടെ ആരുടെ ഷാഡോ ആണ് കാണേണ്ടത്? ഇഫ് അറ്റ് ദിസ് ടൈം ദ ഷാഡോ ഓഫ് റയാൻ, റയാന്റെ ഷാഡോ അല്ലേ കാണേണ്ടത്? ആദ്യത്തെ കണ്ടീഷനിൽ റയാന്റെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. ഷാഡോ ഇങ്ങോട്ടാണ്, റയാന്റെ റൈറ്റിലോട്ടാണ്. രണ്ടാമത്തെ കണ്ടീഷനിൽ റയാൻ നോർത്തിലോട്ടാണ് നോക്കി നിൽക്കുന്നത്. ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. ഷാഡോ ലെഫ്റ്റിലോട്ടാണ്. ഓക്കെ. ഇഫ് അറ്റ് ദിസ് ടൈം ഷാഡോ ഓഫ് റയാൻ വാസ് എക്സാക്ട്ലി ടു ദ റൈറ്റ് ഓഫ് മിച്ചു. ഇപ്പൊ റയാന്റെ ഷാഡോ മിച്ചുവിന്റെ റൈറ്റിൽ വരണം. നോക്കിയേ, മിച്ചുവിന്റെ ആദ്യത്തെ കണ്ടീഷനിൽ മിച്ചുവിന്റെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. റയാന്റെ ഷാഡോ മിച്ചുവിന്റെ റൈറ്റിലാണോ? അല്ല. രണ്ടാമത്തെ കണ്ടീഷനിൽ നോക്കിയേ, റയാന്റെ ഷാഡോ റയാന്റെ ലെഫ്റ്റിലാണ്. മിച്ചുവിന്റെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ട്. അതായത് റയാന്റെ ഷാഡോ മിച്ചുവിന്റെ റൈറ്റിലാണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ട്. ദെൻ ഇൻ വിച്ച് ഡയറക്ഷൻ റയാൻ വാസ് ഫേസിങ്? റയാൻ എങ്ങോട്ട് നോക്കി നിൽക്കുന്നു? നോർത്തിലോട്ട് നോക്കി നിൽക്കുന്നു. അപ്പൊ നോർത്ത് ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? നന്നായിട്ട് കിട്ടുന്നില്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. വൺ ഈവനിങ്, ടു ഫ്രണ്ട്സ് ദീപക് ആൻഡ് റോഹൻ were talking to each other. If at this time the shadow of Deepak fell exactly to the right of Rohan, then in which direction Rohan was facing? വൺ ഈവനിങ് എന്ന് പറഞ്ഞു. ഈവനിങ് എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിൽ വരണം? സൺ വെസ്റ്റിലും ഷാഡോ ഈസ്റ്റിലോട്ടും ആയിരിക്കണം. പിന്നെ എന്താ പറയുന്നത്? ടു ഫ്രണ്ട്സ് ദീപക് ആൻഡ് റോഹൻ വെയർ ടോക്കിംഗ് ടു ഈച്ച് അതർ. ദീപക്കും റോഹനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും ഫേസ് ടു ഫേസ് ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ ദീപക് സൗത്തിലോട്ട് നോക്കി നിൽക്കുകയാണെങ്കിൽ റോഹൻ നോർത്തിലോട്ട് നോക്കി നിൽക്കാം. ഇനി റോഹൻ സൗത്തിലോട്ടാണ് നോക്കി നിൽക്കുന്നതെങ്കിൽ ദീപകിന് എങ്ങോട്ട് നോക്കി നിൽക്കാം? നോർത്തിലോട്ട് നോക്കി നിൽക്കാം. ഈ രണ്ട് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യത്തെ കണ്ടീഷനിൽ നോക്കിയേ. ഇപ്പോൾ ആദ്യത്തെ കണ്ടീഷനിൽ നമുക്ക് ആരുടെ ഷാഡോ ആണ് കാണേണ്ടത്? ദ ഷാഡോ ഓഫ് ദീപക്. ഓക്കെ, ദീപകിന്റെ ഷാഡോ ആണ് കാണേണ്ടത്. ആദ്യത്തെ കണ്ടീഷനിൽ ദീപകിന്റെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. ഷാഡോ ദീപകിന്റെ ലെഫ്റ്റിലാണ്. രണ്ടാമത്തെ കണ്ടീഷനിൽ ദീപകിന്റെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. ഷാഡോ ദീപകിന്റെ റൈറ്റിലുമാണ്. ഇനി നോക്കിയേ, എന്താ പറയുന്നത്? ഷാഡോ ഓഫ് ദീപക് ഫെൽ എക്സാക്ട്ലി ടു ദ റൈറ്റ് ഓഫ് റോഹൻ. ദീപകിന്റെ ഷാഡോ റോഹന്റെ റൈറ്റിലായിരിക്കണം. ഓക്കെ, ആദ്യത്തെ കണ്ടീഷനിൽ നോക്കിയേ, ദീപകിന്റെ ഷാഡോ ഇവിടെയാണ്. റോഹന്റെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. ദീപകിന്റെ ഷാഡോ റോഹന്റെ റൈറ്റിലല്ലേ? ആണ് അല്ലേ? ആണ്. Then in which direction റോഹൻ വാസ് ഫേസിങ്? റോഹൻ എങ്ങോട്ട് നോക്കി നിൽക്കുന്നു? നോർത്തിലോട്ട് നോക്കി നിൽക്കുന്നു. അപ്പൊ നോർത്ത്, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? നന്നായിട്ട് കിട്ടുന്നില്ലേ ഇപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം. One morning, while go to college, Palak meet her friend Leela on a crossing. When they greet each other, Palak notices that Leela's shadow is exactly on her right. Then in which direction was Palak moving to go to her college? എന്താ പറയുന്നത്? വൺ മോർണിംഗ് എന്ന് പറഞ്ഞു. മോർണിംഗ് എന്ന് പറയുമ്പോൾ സൺ ഈസിലും ഷാഡോ വെസ്റ്റിലോട്ടും ആയിരിക്കും. പാലക് മീറ്റ് ഹെർ ഫ്രണ്ട് ലീല. പാലക് അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ലീലയെ കണ്ടു. അപ്പൊ നമുക്ക് ആദ്യത്തെ രണ്ട് പോസിബിലിറ്റി എടുക്കാം. പാലക് സൗത്തിലോട്ടാണ് നോക്കി നിൽക്കുന്നതെങ്കിൽ ലീല നോർത്തിലോട്ട് നോക്കി നിൽക്കാം. ഇനി ലീല സൗത്തിലോട്ടാണ് നോക്കി നിൽക്കുന്നതെങ്കിൽ പാലക് നോർത്തിലോട്ട് നോക്കി നിൽക്കാം. ഈ രണ്ട് കണ്ടീഷൻ വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ആദ്യം. പിന്നെ എന്താ പറയുന്നത്? വെൻ ദേ ഗ്രീറ്റ് ഈച്ച് അതർ, പാലക് നോട്ടീസസ് ദാറ്റ് ലീലാ ഷാഡോ. അപ്പൊ ലീലയുടെ ഷാഡോ ആണ് കാണേണ്ടത്.
ആദ്യത്തെ കണ്ടീഷനിൽ നോക്കിയേ, ലീലയുടെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്, ഷാഡോ ദേ ഇങ്ങോട്ടാണ്, കാരണം വെസ്റ്റിലോട്ടല്ലേ ഷാഡോ. രണ്ടാമത്തെ കണ്ടീഷനിൽ ലീല സൗത്തിലോട്ടാണ് നോക്കി നിൽക്കുന്നത്, ലീലയുടെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്, ഷാഡോ ലീലയുടെ റൈറ്റിലാണ്. പിന്നെന്താ പറയുന്നത്, ലീല ഷാഡോ ഈസ് എക്സാക്ട്ലി ഓൺ പാലക്സ് റൈറ്റ്. ലീലയുടെ ഷാഡോ പാലകിന്റെ റൈറ്റിൽ വരണം. ആദ്യത്തെ കണ്ടീഷനിൽ പാലകിന്റെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. ഓക്കെ, ലീലയുടെ ഷാഡോ പാലകിന്റെ റൈറ്റിലല്ലേ ഇവിടെ വരുന്നത്? ആണ്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ തന്നെ സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, then in which direction was പാലക് മൂവിങ് ടു ഗോ ടു ഹെർ കോളേജ്? ഏത് ഡയറക്ഷനിലോട്ടായിരിക്കും പാലക് മൂവ് ചെയ്യുന്നത്? പാലക് സൗത്ത് ഡയറക്ഷനിലോട്ടായിരിക്കും. അപ്പോൾ സൗത്ത് എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ 12 ക്വസ്റ്റ്യൻസ് ആണ് ഷാഡോ ബേസ് ചെയ്ത് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. കമൻസ് പറയാനുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.